മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുമോ എന്നുള്ള ആശങ്കയിലാണ് കുറച്ചു ദിവസങ്ങളായി നമ്മൾ മലയാളികൾ. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെയും മറ്റു പശ്ചാത്തലത്തിൽ പെരിയാർ തീരവാസികൾക്കുള്ള ആശങ്ക മുൻനിർത്തി മുല്ലപ്പെരിയാർ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായി മുൻപ് പ്രക്ഷോഭ രംഗത്ത് ഉണ്ടായിരുന്ന സംഘടനകൾ വീണ്ടും രംഗത്തു വന്നു. മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് 850 മീറ്റർ അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് താഴേക്ക് വീണാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും 129 വർഷത്തെ ചെളിയും മറ്റു വസ്തുക്കളും ഇതെല്ലാം ഒഴുകി വരുന്ന ശക്തി വാய்ந்தതായിരിക്കും. ഈ ഒരു ദുരന്തം വരാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരമുള്ള ഡാമാണ് കക്കി ഡാം. അതിൽ മുല്ലപ്പെരിയാർ ഉള്ളതിനേക്കാളും വെള്ളവുമുണ്ട്. കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ ഓവർഗ്രൗണ്ടിൽ നിന്ന് പൈപ്പ് വലിച്ചാൽ അത് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് വലിക്കാൻ കഴിയും. ഈ കൺസ്ട്രക്ഷൻ വഴി വരുന്നത് മാക്സിമം 100 കോടി മാത്രമാണ്. അത് 3 മാസം കൊണ്ട് കഴിയുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. മുല്ലപ്പെരിയാർ ഡാം വേണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ്. മുൻപ് പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന സംഘടനകളാണ് വീണ്ടും ഈ ആവശ്യം ഉയർത്തിയത്. മുല്ലപ്പെരിയാർ സമരസമിതി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്നീ സംഘടനകളാണ് പുതിയ ഡാമെന്ന ആവശ്യവുമായി വീണ്ടും പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധ്യത പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സുപ്രീം കോടതി പരിഗണന വിഷയമാക്കിയതിനെ തുടർന്നാണ് പുതിയ അണക്കെട്ടിനെ ആവശ്യത്തിന് ശക്തി പകരുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള സംഘടനകളും ഈ ആവശ്യം ഉയർത്തുന്നു.